ലൈവില് അഭിഷേക് നന്ദന ഇരുന്ന് സംസാരിക്കാണ്. നന്ദന അവിടെ നോമിനേഷൻ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നന്ദന നോമിനേറ്റ് ചെയ്തത് ശ്രീധുവിനെയാണ്. ശ്രീധുവിനെ എന്ത് പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് അഭിഷേക് ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട് കോംബോ നാടകം കളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു, പ്രേക്ഷകർക്ക് സ്പൂൺ ഫീഡ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ കോംബോ ആണ് എന്ന് കാണിച്ചുകൊണ്ട് നിൽക്കാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് ഇവിടെ നിൽക്കണമെന്നില്ല, പുറത്തു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, ആ ശരിയാണ്, നീ പറഞ്ഞതിൽ എന്ത് തെറ്റിയിരിക്കുന്നു, ഇവിടെ കോംബോ കളിച്ചുകൊണ്ട് നിൽക്കല്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, നീ പറഞ്ഞതിൽ ഒരു തെറ്റും വിചാരിക്കേണ്ട ആവശ്യകതയില്ല. നീ പറഞ്ഞ ഈ വാചകം അവിടെ പുറത്ത് ഹിറ്റാവാനുള്ള ചാൻസ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഹിറ്റാവാനുള്ള ചാൻസ് ഉള്ള ഒരു വാചകമാണ്, നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് അവിടെ അഭിഷേക് പറയുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ. പിന്നെ ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഭയങ്കര വിഷമത്തിലായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും നീ മൈൻഡ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യകതയില്ല, നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അവരതൊക്കെ തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര വിഷമുള്ളവരെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നന്ദനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അഭിഷേക്. എന്നാൽ ഈ കോംബോ നാടകം എന്ന് പറഞ്ഞ ആ ഒരൊറ്റ കാര്യം കൊണ്ട് ശ്രീധു ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെ കോംബോ എന്ന് പറഞ്ഞോട്ടെ, എന്തിനാണ് ഈ നാടകം എന്നുള്ള വേർഡ് പറഞ്ഞത് എന്നതാണ് അവിടെ ശ്രീധുവിനെ വിഷമിപ്പിക്കുന്ന കാര്യം. ശ്രീധു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ശ്രീധു ഓക്കെ ആയി അവിടെ അർജുന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അഭിഷേക് പറയുന്നുണ്ട്, ഞാൻ ശ്രീധുവിനെ നന്നായിട്ടൊന്ന് കൺഫ്യൂഷൻ ആക്കി വിട്ടിട്ടുണ്ട്. ശ്രീധു വന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ വോട്ട് സ്പ്ലിറ്റിംഗ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നന്നായിട്ട് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. വോട്ട് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോംബോ ഒക്കെ കളിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വോട്ടൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് പോവും, വോട്ടൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടാം, ചിലപ്പോൾ കൂടുതലും ഈ കോംബോ ഇഷ്ടപ്പെടാതെ ആൾക്കാർ നമ്മൾ പുറത്തു പോകുന്നതിന് ഇടയാക്കും, ഗബ്രിയുടെയും ജാസ്മിന്റെ പോലെ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ ടെൻഷനിലാണ് അവിടെ ശ്രീധു ഇരിക്കുന്നത്, ഞാൻ ആകെ കൺഫ്യൂഷനാക്കി വിട്ടിട്ടുണ്ട് എന്നൊരു കാര്യവും അവിടെ അഭിഷേക് പറയുന്നുണ്ട്. അഭിഷേക് എന്തായാലും നല്ലൊരു കളി തന്നെയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കിടയിലും ചെറിയ ചെറിയ പാരകൾ ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെയൊക്കെ ചെറിയ അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് അഭിഷേക് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദനയെ വെച്ചു നന്ദനയുടെ അടുത്ത് ഈ സംസാരിക്കുന്നതും ശ്രീധുവിന്റെ അടുത്ത് സംസാരിച്ചതും ഒക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായി തന്നെയാണ് അഭിഷേക് അവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ.